ഇന്ന് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ബൺ മസ്ക ഉണ്ടാക്കാം കേട്ടോ. ബൺ മസ്ക ഉണ്ടാക്കാനായിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണേ. അതിലോട്ട് നമ്മുടെ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവേ. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുക. നമുക്ക് ബണ്ണിൽ പുരട്ടിയെടുക്കാനുള്ള അതേ ലൂസിലാക്കി എടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് എടുക്കുക. സോഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പാനിൽ വെച്ചിട്ട് ബട്ടറോ നെയ്യോ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് വിട്ടു പോകാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് കീറിയെടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിൽ വെച്ചാലാണ് പുറത്തേക്കൊക്കെ തള്ളി വരുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്കൂടെയും ഒന്നും കൂടെ ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും ആ ബൺ മസ്കയുടെ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണമാണ് എടുത്ത് വെച്ചേക്കണത്. ആ 4 എണ്ണത്തിലും നമ്മളിതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായയാണ്. നല്ല കടുപ്പത്തിൽ ഏലക്കായൊക്കെ ഇട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്ത കട്ടൻ ചായ എടുക്കുക. അതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കുക. നല്ല കടുപ്പത്തിലുള്ളതായിരിക്കണേ. അതിലോട്ട് നമ്മൾ നല്ല കടുപ്പത്തിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പാലും ചായയും സെപ്പറേറ്റ് തിളപ്പിച്ച് വെക്കണേ. അതിനുശേഷം അതിലോട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര നമ്മൾ സെപ്പറേറ്റ് ചേർക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബൺ മസ്കയും അതേപോലെ തന്നെ ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.